വളച്ചുകെട്ടില്ലാതെ തന്നെ ഞാൻ പറയാം, മീഡിയ വണ്ണിന്റെ അടുത്തൊരു ഒന്നൊന്നര രാജ്യദ്രോഹമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇന്ത്യയെ കീറി മുറിക്കുമെന്ന് പരസ്യമായി ആക്രോശിച്ച ഒരു തീവ്രവാദി, ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു സംഘടനയുടെ തലവൻ എന്ന് വെച്ചാൽ വലിയൊരു സംഘടന എന്നല്ല, ഒരു ഞാഞ്ഞൂൽ സംഘടന. അതേ മനുഷ്യനെ ഒരു മലയാളി ചാനൽ വിശുദ്ധ പോരാളിയായി അവതരിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോ? ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വിഷം ചീറ്റിയ ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന തീവ്രവാദിക്ക് വേണ്ടി കണ്ണീരൊടുക്കുന്നവർ അതേ മണ്ണിൽ ജിഹാദികൾ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി ചുട്ടുകരിച്ച ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിന്റെ കരച്ചിൽ കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് വെറുമൊരു വാർത്തയല്ല, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഭയാനകമായ ഒരു വെളുപ്പിക്കൽ തന്ത്രമാണ്. ബംഗ്ലാദേശിലെ പുകമറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ചോര മരവിപ്പിക്കുന്ന ആ സത്യങ്ങൾ പുറത്തു വരികയാണ്. അവസാനം വരെ കാണുക, കാരണം ഇത് നിങ്ങളുടെ കൂടി സുരക്ഷയെ ബാധിക്കുന്ന സത്യങ്ങളാണ്. വാർത്തകൾ എന്നാൽ സത്യസന്ധമായ വിവരങ്ങൾ കൈമാറലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ മീഡിയ വൺ എന്ന ചാനലിന്റെ രീതികൾ പരിശോധിച്ചാൽ അത് മാധ്യമ പ്രവർത്തനം എന്നൊന്നും പറയാൻ കൊള്ളില്ല, മറിച്ച് രാജ്യവിരുദ്ധതയുടെ പരസ്യമായ വിപണനമാണെന്ന് വ്യക്തമാകും. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി നേതാവ് ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ അവർ റിപ്പോർട്ട് ചെയ്തത് ഒന്ന് ശ്രദ്ധിക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ ഹാദിയുടെ മൃതദേഹം കാണാൻ എത്തിയെന്നും അതൊരു ചരിത്ര നിമിഷമാണെന്നും അവർ വാഴ്ത്തിപ്പാടുന്നു. പക്ഷെ ആരാണ് ഈ ഹാദി? ഇയാൾ നയിച്ചിരുന്ന ഇൻകുലാബ് മഞ്ച് എന്ന സംഘടനയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പച്ചയ്ക്ക് വിളിച്ചു പറയുക, ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് അജണ്ടകൾക്ക് വേണ്ടി ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിക്കുക, ഇതായിരുന്നു ഇവരുടെ പണി. ഇന്ത്യയെ കീറി മുറിക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ചൊരു തീവ്രവാദിയെ വിപ്ലവകാരിയാക്കി മാറ്റുന്നതിലൂടെ മീഡിയ വൺ എന്താണ് ലക്ഷ്യമിടുന്നത്? ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ചാനൽ ഇന്ത്യയുടെ സുരക്ഷയേക്കാൾ വലുതായി കാണുന്നത് ഇത്തരം മതമൗലികവാദികളെയാണ്. മിനി പാകിസ്ഥാനായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് ഇത്തരം രാജ്യദ്രോഹ നിലപാടുകൾക്ക് ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുന്നത്? എന്ന് വെച്ച് മീഡിയ വണ്ണിനെ എല്ലാവരും തലയിലേറ്റി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ കാണേണ്ടത് ഈ വിപ്ലവകാരികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ബംഗ്ലാദേശിലെ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്ന കൊടും ക്രൂരതകളാണ്. ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിൽ നടന്നത് മനുഷ്യത്വം മരവിക്കുന്ന കാഴ്ചകളാണ്. അവിടെ ദീപു ചന്ദ്രദാസ് എന്ന പാവപ്പെട്ട ഹിന്ദു യുവാവ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. പ്രശസ്ത എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ഈ സംഭവത്തെക്കുറിച്ച് പുറത്തുവിട്ട വിവരങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പിടയും. ദീപുവിനെതിരെ ഉന്നയിക്കപ്പെടുന്നത് ദൈവനിന്ദ എന്ന ആരോപണമാണത്രേ. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണിത്. ദീപുവിനൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം സഹപ്രവർത്തകൻ കേവലം ഒരു വ്യക്തിപരമായ തർക്കത്തിന്റെ പേരിൽ ദീപു പ്രവാചകനെ അപമാനിച്ചു എന്ന് നുണ പ്രചരിപ്പിച്ചു. നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് ജിഹാദികൾ ആ ഫാക്ടറിക്ക് മുന്നിൽ ഇരച്ചെത്തി. ദീപുവിനെ അവർ കടിച്ചു കീറാൻ കാത്തു നിന്നു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും ഭീകരമായ വശം വരുന്നത്. ദീപുവിനെ അക്രമി സംഘത്തിൽ നിന്നും പോലീസ് ആദ്യം രക്ഷപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് സ്റ്റേഷനിൽ സുരക്ഷിതനായി ഇരിക്കുമ്പോഴും ദീപു കരഞ്ഞു പറയുകയായിരുന്നു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതിന്റെ സഹപ്രവർത്തകൻ കെട്ടിച്ചമച്ചതാണ് എന്ന്. എന്നാൽ പോലീസ് എന്ത് ചെയ്തു? തസ്ലീമ നസ്രീൻ പറയുന്നതനുസരിച്ച് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെയുള്ള ജിഹാദി അനുകൂലികൾ ദീപുവിനെ ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ക്രമസമാധാനം പാലിക്കേണ്ടവർ തന്നെ ഒരു മനുഷ്യനെ കൊലയാളി സംഘത്തിനായി ഇട്ടുകൊടുക്കുകയാണ്. സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കിയ ദീപുവിനെ ആയിരക്കണക്കിന് വരുന്ന ജിഹാദികൾ തല്ലിച്ചതച്ചു. ആ മൃതദേഹം ഒരു മരത്തിൽ കെട്ടിത്തൂക്കി അതിന് തീയിട്ടു. ഇതൊരു കൊലപാതകമായിരുന്നില്ല, അതൊരു ജിഹാദി ഉത്സവമായിരുന്നു. അവിടെ ഈ നടുക്കുന്ന വാർത്ത എന്തുകൊണ്ടാണ് മീഡിയ വണ്ണിന്റെ സ്ക്രീനുകളിൽ വരാത്തത്? ഹാദിയുടെ വിലാപയാത്ര ലൈവ് നൽകുന്നവർക്ക് ദീപുവിന്റെ കരിഞ്ഞുപോയ മൃതദേഹം കാണാൻ കണ്ണില്ലേ? ദീപു ചന്ദ്രദാസ് വെറും ഒരു പേരല്ല, ഒരു കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയായിരുന്നു. വികലാംഗനായ അച്ഛൻ, പ്രായമായ അമ്മ, ഭാര്യ, അവരുടെ കൈക്കുഞ്ഞ്, ഈ 4 പേരും കഴിഞ്ഞിരുന്നത് ദീപുവിന്റെ തുച്ഛമായ വരുമാനത്തിലാണ്. ഇന്ന് ആ കുടുംബം അക്ഷരാർത്ഥത്തിൽ തെരുവിലാണ്, അതും ബംഗ്ലാദേശ് എന്ന നരകം പോലെയൊരു രാജ്യത്ത്. തസ്ലീമ നസ്രീൻ ചോദിക്കുന്നു, ഒരു ചോദ്യമുണ്ട്, ഈ കുടുംബത്തിന് എന്ത് സംഭവിക്കും? അവരെ സഹായിക്കാൻ ആരുണ്ട്? ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ആ പാവങ്ങളുടെ കയ്യിൽ പണമില്ല. ബംഗ്ലാദേശിലെ ദരിദ്രർക്ക് ഒരു രാജ്യമോ മതമോ ഇല്ല എന്ന് തസ്ലീമ പറയുമ്പോൾ അത് ലോകം കേൾക്കാതെ പോകരുത്. ഹസീന സർക്കാരിനെ പുറത്താക്കിയതിലൂടെ വലിയൊരു മാറ്റം വരുമെന്ന് പറഞ്ഞ മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാർ കൊലപാതകത്തെ അപലപിച്ചു എന്ന് പറയുന്നത് വെറും നാടകമാണ്. കാരണം കൊലപാതകികൾ ഇപ്പോഴും തെരുവിൽ സ്വതന്ത്രരായി നടക്കുകയാണ്. ബംഗ്ലാദേശിലെ ഈ വിപ്ലവകാരികൾ സത്യം പറയുന്ന മാധ്യമങ്ങളെ ഒന്നും വെറുതെ വിടുന്നില്ല. പ്രഥമാലോ, ദ ഡെയിലി സ്റ്റാർ, ദ ന്യൂ ഏജ്,
തുടങ്ങിയ പ്രമുഖ പത്രങ്ങളുടെ ഓഫീസുകൾ പ്രതിഷേധക്കാർ തല്ലി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. മാധ്യമപ്രവർത്തകർ ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. ഇതിനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചിലർ ജനാധിപത്യ പരിവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വന്തം രാജ്യത്തെ ഈ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് പുല്ലുവിലയാണ് ചിലർക്ക്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർ ബംഗ്ലാദേശിലെ ഈ തകർക്കപ്പെട്ട ഓഫീസുകൾ കാണുന്നില്ലേ? ഇന്ത്യൻ നയതന്ത്ര ഓഫീസുകൾക്ക് മുന്നിൽ ജിഹാദികൾ ഭീഷണി മുഴക്കുന്നത് ഇവർ കാണുന്നില്ലേ? സത്യം പറയുന്ന പത്രങ്ങളെ തകർക്കുകയും തീവ്രവാദികളെ വിശുദ്ധനാക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ ആർക്കും എന്തും പറയാം, ചോദ്യം ചെയ്യാൻ ആരും വരില്ല. ഇത് ഇന്ത്യയാണ്. ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ പിന്തുണയ്ക്കുന്ന മീഡിയ വണ്ണിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇന്ത്യയിൽ ജീവിച്ച് ഇവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി പാകിസ്ഥാനോട് കൂറ് പുലർത്തുന്ന, ബംഗ്ലാദേശിനോട് കൂറ് പുലർത്തുന്ന ഇത്തരം മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ വളരുന്നത് അപകടകരമാണ്. തീവ്രവാദ ഫണ്ടുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവർ ബംഗ്ലാദേശിലെ കലാപത്തെയൊക്കെ ഉപയോഗിക്കുകയാണ്. യുവാക്കളുടെ മനസ്സിൽ വിഷം നിറച്ച് അവരെ ഇന്ത്യക്കെതിരെ തിരിക്കുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അതെല്ലാവർക്കും അറിയാം. ഹാദിയെ പോലെയുള്ളവരെ മഹത്വവൽക്കരിക്കുന്നതിലൂടെ തീവ്രവാദത്തിന് ഒരു ഗ്ലാമർ നൽകാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യയെ കീറി മുറിക്കണമെന്ന് പറയുന്നവർ വിപ്ലവകാരികളാണെങ്കിൽ പിന്നെ ആരാണ് രാജ്യദ്രോഹികൾ? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെ മൂടി വെച്ച് ഇവർ നടത്തുന്ന ഈ കളി നമ്മൾ തിരിച്ചറിയണം. ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തത് ഒരു രാജ്യത്തെ മാത്രം പ്രശ്നമല്ല. ഇത് നമ്മുടെ അയൽപ്പക്കത്ത് കത്തുന്ന തീയാണ്. അത് നാളെ നമ്മുടെ വീട്ടിലേക്കും പടരാനുള്ള സാധ്യത നല്ലതുപോലെയുണ്ട്. മതമൗലികവാദം ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞു വരുമ്പോൾ അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ദീപു ചന്ദ്രദാസ് എന്ന പാവം യുവാവിന് നീതി ലഭിക്കണം. വംശഹത്യയെ വെള്ളപൂശുന്ന മാധ്യമങ്ങളുടെ മുഖം മൂടി നമ്മൾ വലിച്ചു കീറണം. സത്യം ഒളിപ്പിച്ചു വെക്കാൻ എത്ര ശ്രമിച്ചാലും അതൊരു ദിവസം പുറത്തു വരും. ഇന്ന് പുറത്തു വരികയാണ്. മീഡിയ വണ്ണിനെ പോലെയുള്ള രാജ്യവിരുദ്ധ നിലപാടുകളുള്ള ചാനലുകളെ ബഹിഷ്കരിക്കണം. സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ പിന്തുണയ്ക്കണം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ഈ ക്രൂരതയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും എല്ലാവരും അറിയാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.